ഹലോ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് വർക്ക് മട്ടന്നൂരാട്ടോ. രാവിലെ ഞങ്ങൾ എറണാകുളത്ത് എത്തിയതേ ഉള്ളൂ. അത് കഴിഞ്ഞപാട് ഞങ്ങളൊന്ന് ഫ്രഷായി അപ്പം തന്നെ വർക്കിന് ഇറങ്ങിയതാട്ടോ. അപ്പോൾ മട്ടന്നൂരാണ് ഞങ്ങളുടെ വർക്ക്. ഒരു റിസോർട്ടിലാണ് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ബ്രൈഡ് രത്ന ചേച്ചീൻ്റെ എൻഗേജ്മെൻറ്റ് മേക്കോവർ നമ്മൾ തന്നെ കേട്ടോ ചെയ്തത്. അപ്പം അതിന് നല്ല റിവ്യൂ ഒക്കെ കിട്ടിയായിരുന്നു എനിക്ക്. ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് PSCൻ്റെ ഒരു ടോണിക് മിസ്റ്റ് ആട്ടോ. നമ്മളത് മേക്കപ്പിന് മുന്നേ യൂസ് ചെയ്യുന്ന ഒരു ടോണറാണ്. അത് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് നിൽക്കാനും പിന്നെ എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ നല്ലതാട്ടോ ഈ സ്പ്രേ. ഇപ്പം നമ്മൾ അപ്ലൈ ചെയ്തേക്കുന്ന മോയ്സ്ചറൈസറാണ് PSCൻ്റെ അക്വാ ബ്ലാസ്റ്റ് വാട്ടർ ബേസ്ഡ് മോയ്സ്ചറൈസർ ആട്ടോ. ഇത് നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ശരിക്കും ഒരു വെള്ളം നമ്മളിങ്ങനെ തേക്കൂല ഫേസിൽ, അതേപോലത്തെ മോയ്സ്ചറൈസറാണ്. ഓയിൽ സ്കിന്നർക്കൊക്കെ നല്ലതാണ്. ഇപ്പോൾ അപ്ലൈ ചെയ്യുന്ന പ്രൈമറാണ് 4 ഹവറിൻ്റെ പ്രൈമർ ആട്ടോ. ഒരു സിറം ടൈപ്പ് പ്രൈമറാണ്. ഓയിലി സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കും ഒക്കെ യൂസ് ചെയ്യുന്ന പ്രൈമറാട്ടോ. നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ടാട്ടോ നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. നല്ല ഐബ്രോ ആണ്, ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല വലിയ ഐബ്രോസ് ആട്ടോ. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഐബ്രോ ഫില്ല് ചെയ്യുമ്പോൾ മിഡ് ടു എൻഡ് വരെ അത്യാവശ്യം ഡാർക്കാക്കി എഴുതി നല്ല ഷേപ്പിൽ എഴുതിയിട്ട് സ്റ്റാർട്ടിങ്ങിൽ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ. അതും എല്ലാം ഒരേപോലെ ബ്ലാക്കിൽ എഴുതി വെച്ചാൽ ഭയങ്കര ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് തോന്നിക്കും. നമുക്കൊരു നാച്ചുറൽ ലുക്കാണ് വേണ്ടെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി. സ്റ്റാർട്ടിങ് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ഐബ്രോൻ്റെ അടിയിൽ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ സിൽമ സീക്രട്ടിൻ്റെ പാലറ്റിലൊരു ഷെയ്ഡ് വെച്ചിട്ടാട്ടോ ചെയ്യുന്നത്. നന്നായിട്ട് ഐബ്രോൻ്റെ അതേ ഷേപ്പിൽ ലൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഐബ്രോ നന്നായിട്ടൊന്ന് ഡിഫൈൻ ചെയ്ത് നിൽക്കുകയും ചെയ്യും. ഇപ്പോൾ അപ്ലൈ ചെയ്യുന്ന ടാറ്റിൻ്റെ കൺസീലർ ആട്ടോ. അത് പിന്നെ ഞാൻ പറയണ്ടല്ലോ, എപ്പോഴും സൂപ്പറായിട്ടുള്ളൊരു കൺസീലറാണ്. നല്ല ഹൈ കവറേജ് കൺസീലറാണ് കേട്ടോ. അതിപ്പം നമ്മൾ അപ്ലൈ ചെയ്ത് അപ്പം തന്നെ ബ്ലെൻഡ് ചെയ്തോണം, ഒതിച്ചുകൊണ്ടിരിക്കരുത്. കാരണം ഡ്രൈ ആവാൻ ചാൻസ് കൂടുതലാണ്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം കേട്ടോ. അതേപോലെ നമ്മുടെ ബ്ലെൻഡർ നന്നായിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബ്ലെൻഡറാണ് വേണ്ടത്. നന്നായിട്ട് തലേദിവസം വെറ്റാക്കി നന്നായിട്ട് വാഷ് ചെയ്ത് വെക്കണം. ഇപ്പോൾ യൂസ് ചെയ്യുന്ന മാക്കിൻ്റെ സ്റ്റുഡിയോ ഫിക്സ് പൗഡർ പ്ലസ് ഫൗണ്ടേഷൻ കോമ്പാക്റ്റ് ആട്ടോ. അപ്പോൾ ഒരു ഫൗണ്ടേഷൻ മിക്സഡ് ആയിട്ടുള്ള ഒരു കോമ്പാക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി ഒരു ഫിനിഷിങ് കിട്ടും നമുക്ക് കോമ്പാക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ ഞാൻ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സാരി ഒരു ഒനിയൻ പിങ്കും പിന്നെ സെക്കൻഡ് സാരി സെറ്റുമുണ്ട്, പിന്നെ ഉള്ള സാരി ഒരു ഗ്രീൻ കളർ സാരിയാണ്. അപ്പോൾ എല്ലാത്തിനും കൂടെ മാച്ചായിട്ട് പോകുന്ന രീതിയിൽ വേണം നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ നമ്മുടെ ബ്രൈഡ് ഇന്നൊരു ഇൻ്റർകാസ്റ്റ് വെഡ്ഡിങ് ആട്ടോ. ഹിന്ദു ക്രിസ്ത്യൻ അങ്ങനത്തെ ഒരു ഇൻ്റർകാസ്റ്റ് വെഡ്ഡിങ് ആണ്. അവിടെ നമ്മൾ ഹിന്ദു സ്റ്റൈലാണ് ചെയ്യുന്നത്, എന്നാൽ പോലും നമ്മൾ ചുട്ടിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വെക്കുന്നില്ല. ഫസ്റ്റത്തെ നമ്മുടെ ലുക്കിൽ ഒരു ക്രിസ്ത്യൻ ടച്ചുള്ളൊരു ടൈപ്പ് ആട്ടോ ചെയ്യാൻ പോകുന്നത്. ചുട്ടി ഹിപ്പ് ചെയിൻ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഫസ്റ്റ് സെക്കൻഡ് ഇതിൽ മാത്രമേ നമ്മൾ ഹിപ്പ് ചെയിൻ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ ക്രീസ് ലൈനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഒരു ബ്രൗൺ ഷെയ്ഡായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ലൈറ്റ് റെഡ് ഷെയ്ഡും കൂടെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ണിൽ. പിന്നെ നമ്മളൊരു ഗോൾഡൻ ഗ്ലിറ്ററി പിന്നെ ഒരു പിങ്ക് ഷെയ്ഡ് എല്ലാം കൊടുത്തിട്ട് നമ്മളൊരു ഐ മേക്കപ്പ് ചെയ്യുന്നത് കേട്ടോ. കാരണം എല്ലാ ഡ്രസ്സിനും മാച്ച് ആവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഐ മേക്കപ്പിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം കണ്ടിട്ട് വാ. അപ്പോൾ നമ്മൾ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്തു, ലാഷസൊക്കെ വെച്ചു കേട്ടോ. ഞാൻ ഐലൈൻ ചെയ്തേക്കുന്ന ഷുഗറിൻ്റെ ജെൽ ഐലൈനർ കൊണ്ടിട്ടാണ്. ഇപ്പോൾ നമ്മുടെ ബ്രൈഡിൻ്റെ ഫോർഹെഡിൽ അത്യാവശ്യം കുറച്ച് മാർക്കുണ്ട് പിമ്പിൾസ് വന്നതിൻ്റെ. അപ്പോൾ ഓറഞ്ച് കറക്റ്റർ വെച്ചിട്ടാണ് ഞാനത് കൺസീൽ ചെയ്യുന്നത്. ഓറഞ്ചും പിന്നെ കൺസീലറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പക്ക ഓറഞ്ച് ഷെയ്ഡ് ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബ്ലെൻഡർ ഏറ്റവും അടിപൊളിയായിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബ്ലെൻഡർ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് 4 ഹവറിൻ്റെ കൺസീലർ പാലറ്റിലുള്ള ഷെയ്ഡുകളാട്ടോ യൂസ് ചെയ്യുന്നത്. നല്ല കൺസീലറാണ്, അത്യാവശ്യം
കവറേജൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ മാക്കിൻ്റെ ഒരു ഷെയ്ഡും കൂടെ, മാക്കിൻ്റെ കൺസീലർ പാലറ്റാണ്, അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു ഷെയ്ഡും കൂടെ എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡാണ്, ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അതിൻ്റെ മാർക്ക് നന്നായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ കവളിൻ്റെ ഏരിയയിലൊക്കെ ചീക്കിൻ്റെ ഏരിയയിലൊക്കെ കുറച്ച് പാടുണ്ടായിരുന്നു. അത് ഞാൻ മാക്കിൻ്റെ കൺസീലർ വെച്ചിട്ടാണ് കൺസീൽ ചെയ്ത് കൊടുക്കുന്നത്. മാക്കിൻ്റെ കൺസീലർ പാലറ്റ് എപ്പോഴും അടിപൊളിയാട്ടോ. പിന്നെ നമ്മൾ ഷെയ്ഡ് ഇങ്ങനെയാട്ടോ നോക്കുന്നത്, അതായത് ബ്രൈഡിൻ്റെ ഫേസിൻ്റെ സൈഡിൽ തന്നെ കുറച്ച് ഇട്ട് നോക്കിയിട്ട് ഷെയ്ഡ് അവരെ കാണിച്ചു കൊടുക്കും. ഒരു സൈഡ് നമ്മൾ അപ്ലൈ ചെയ്തിട്ട്, അപ്പം നമ്മൾ ബ്രൈഡിൻ്റെ സെയിം അല്ലെങ്കിൽ കുറച്ചൊരു ബ്രൈറ്റ് ഷെയ്ഡ് ഇടുന്നതാണ് എപ്പോഴും നല്ല. കാരണം മേക്കപ്പ് കഴിയുമ്പോഴത്തേനും ഇതൊന്ന് ഓക്സിഡൈസ് ആയിട്ട് സെറ്റാവും നമ്മുടെ ഫേസിലേക്ക്. അപ്പം ബ്രൈഡിൻ്റെ ഷെയ്ഡിനേക്കാൾ കുറച്ചൊരു പൊടിക്കൊരു ഫെയർ ഷെയ്ഡാട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അത് നമുക്ക് ലാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ഫുൾ മേക്കപ്പ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിൻ്റെ അതേ കളർ പോലെ തന്നെ ആവും കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് K2Pൻ്റെ ഫൗണ്ടേഷനാണ്. K2Pൻ്റെ അടിപൊളി ഫൗണ്ടേഷനാണ്, നല്ല ലാസ്റ്റിങ്ങും അത്യാവശ്യം നല്ല കവറേജും ഉള്ള ഫൗണ്ടേഷനാണ് കേട്ടോ K2P. നമ്മൾ ഫേസിൽ എന്തേരം ഫൗണ്ടേഷൻ ഇടുന്നു അതനുസരിച്ച് തന്നെ നമ്മൾ നെക്കിലും കവർ ചെയ്ത് കൊടുക്കണം. അതായത് രണ്ട് കളർ ചേഞ്ച് വരരുത് ഫേസും നെക്കും തമ്മിൽ. നെക്കിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതേപോലെ ഞാൻ ഇപ്പോൾ ഒരു പുതിയ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാട്ടെ. ഈ ഓക്സിഗ്ലോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ അണ്ടർ ഐ ക്രീമാണ്. അതായത് നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ചെറിയ ഫൈൻ ലൈൻസ് ഒക്കെ വരില്ലേ, അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ ആ ക്രീം യൂസ് ചെയ്യുന്നത്. അതിട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ശരിക്കും പറഞ്ഞാൽ ഫൗണ്ടേഷൻ നമ്മൾ ഫേസിൽ ഇടുന്നതിന് മുന്നേ ഇത് കണ്ണിൻ്റെ അടിയിൽ അപ്ലൈ ചെയ്ത് വെക്കണം. കുറച്ച് ടൈം കൊടുക്കണം അതിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കൺസീലറൊക്കെ അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. അതേപോലെ ഞാൻ ടാർട്ടിൻ്റെ കൺസീലർ എടുത്തിട്ട് ഞാൻ ചിന്നിലും നോസിലും പിന്നെ ഫോർഹെഡിലൊക്കെ കുറച്ച് അപ്ലൈ ചെയ്യുന്നുണ്ട്, കുറച്ചും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ മാക്കിൻ്റെ സ്റ്റുഡിയോ എഫക്ട്സ് കോമ്പാക്റ്റ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. കണ്ണിൻ്റെ അടിയിലൊക്കെ ആണെങ്കിലും ചെറിയൊരു ബ്രഷ് വെച്ചിട്ട് പൗഡർ സെറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. അതുകൊണ്ട് ഞാൻ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഐ മേക്കപ്പ് കവർ ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ ഫേസിൽ സെറ്റിംഗ് സ്പ്രേ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ ഒരു ഹാൻഡ് ഫാൻ വെച്ച് ജസ്റ്റ് ഒന്ന് ഡ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ബ്ലഷ് ആട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഞാൻ ഒരു ക്രീമി ടൈപ്പ് ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. റെവല്യൂഷൻ്റെ സൂപ്പർ ഡൂയി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലിക്വിഡ് ബ്ലഷ് ആട്ടോ. അത് ശരിക്കും അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഡൂയി ഫിനിഷിംഗ് ആയിരിക്കും നമുക്ക് തരുന്നത്. നമ്മളിന്നൊരു ഗ്ലാസ് സ്കിൻ മേക്കപ്പ് ആട്ടോ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ശരിക്കും മെയിൻ പ്രൊഡക്റ്റ് ഞാൻ പറയുന്നതാണ് ലാസ്റ്റ്. ഞാൻ ലിപ് ബാം കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ലിപ്പ് ഡ്രൈ ആയതുകൊണ്ട്. അതേപോലെ നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യുന്ന ലിപ്സ്റ്റിക് അടിപൊളിയാട്ടോ. ക്രിസ്ത്യൻ ബ്രൈറ്റ്സിനാണെങ്കിലും അതേപോലെ ഒരു ന്യൂഡ് അങ്ങനത്തെ ഒരു ലിപ്പൊക്കെ വേണമെന്നാണെങ്കിൽ ഇങ്ങനത്തെ ഈ ഷെയ്ഡ് അടിപൊളിയാണ്. ഷുഗറിൻ്റെ 172 ആട്ടോ അതിൻ്റെ ഷെയ്ഡ് വന്നിട്ട്. അടിപൊളിയാണ്. ക്രയോൺ ആട്ടോ, ക്രയോൺ ടൈപ്പാണ് ലിപ്സ്റ്റിക്ക്. അടിപൊളിയാണ്, നല്ല ലാസ്റ്റിങ്ങും ഉണ്ട് കേട്ടോ. ഇപ്പം ഞാൻ അപ്ലൈ ചെയ്യുന്ന സംഭവമാണ് നമ്മുടെ ഗ്ലാസ് സ്കിൻ മേക്കപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതായത് ഗ്ലോ കിട്ടില്ല സ്കിന്നിന്, ആ ഒരു ഗ്ലാസ് ലുക്ക് കിട്ടുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴാട്ടോ. നമുക്കത് ഒത്തിരി അപ്ലൈ ചെയ്യാൻ പാടില്ല, കുറച്ച് അപ്ലൈ ആവുള്ളൂ. കാരണം കുറേ അപ്ലൈ ചെയ്താൽ നമ്മുടെ മേക്കപ്പ് റിമൂവ് പെട്ടെന്ന് ലാസ്റ്റിങ് കുറയും. അതുകൊണ്ട് ഭയങ്കര ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പാടില്ല കേട്ടോ. ശരിക്കും ഇതിൻ്റെ ഗ്ലോ തിരിയണമെങ്കിൽ ഡേ ലൈറ്റിലേക്ക് വരണം. അപ്പോൾ ഭയങ്കര ഗ്ലോ ആയിരിക്കും കേട്ടോ സ്കിന്ന്. പ്രൊഡക്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ ലാസ്റ്റ്. നമ്മൾ കണ്ണിൻ്റെ അടിയിൽ നമ്മുടെ ഐ മേക്കപ്പിന് യൂസ് ചെയ്ത അതേ ഷെയ്ഡ് തന്നെ കണ്ണിൻ്റെ അടിയിലും കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബ്രൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണിൻ്റെ അടിയിൽ എഴുതണ്ട, ജസ്റ്റ് ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം എൻഗേജ്മെൻറ്റ് നമ്മൾ ഷെയ്ഡ് ചെയ്താണ് കൊടുത്തത്. അപ്പോൾ ബ്രൈഡിന് അത് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതേപോലെ ഷെയ്ഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ മസ്കാര അപ്ലൈ ചെയ്യുന്നുണ്ട്. അടിയിലും കൂടെ മസ്കാര ആയിട്ട് അപ്ലൈ ചെയ്യുന്ന, കണ്ണ് എഴുതുന്നില്ല. ജസ്റ്റ് മസ്കാരേൻ്റെ ഷെയ്ഡും ആ ഐ മേക്കപ്പിൻ്റെ ആ ഒരു ഷെയ്ഡും കൂടെ കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടോ? നല്ല രസമുണ്ട്. ലിപ്സ്റ്റിക്കൊക്കെ കറക്റ്റാണ്, സാരിക്ക് കറക്റ്റ് മാച്ചിങ്. അങ്ങനെ ബ്രൈഡ് ഹാപ്പി ആയിട്ടോ. ബ്രൈഡിൻ്റെ ഹെയർ സ്റ്റൈൽ ചെയ്തു. അതേപോലെ സാരിയും നമ്മൾ ഡ്രേപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു നല്ല രസമില്ല സാരി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാരി കാണാൻ വേണ്ടിയിട്ട്. അടിപൊളി കളറായിരുന്നു കേട്ടോ. സാരി കൊടുത്തു. പിന്നെ നമ്മളിപ്പോൾ ഓർണമെൻറ്റ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കറിയാം ഹെയർ സ്റ്റൈലിൻ്റെ വീഡിയോ ഇടാത്തതിന് എല്ലാവരോടും പറയുന്നുണ്ട്. ഹെയർ സ്റ്റൈലിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. ഒരു വീഡിയോ ഹെയർ സ്റ്റൈലിൻ്റെ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതേപോലെ നമ്മുടെ ബ്രൈഡിന് ഒരു മെറൂൺ കളർ ഒരു ചെറിയ പൊട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് കോണ്ടൂർ ചെയ്യുന്നുണ്ട്. ഞാൻ പൗഡർ കോണ്ടൂറാണ് ചെയ്യാറ്. ഞാൻ മാക്കിൻ്റെ തന്നെ സ്റ്റുഡിയോ ഫിക്സ് കോമ്പാക്റ്റ് ഒരു ഡാർക്ക് കളർ വെച്ചിട്ടാട്ടോ ഞാൻ കോണ്ടൂർ ചെയ്യാറ്. എനിക്ക് ക്രീം യൂസ് ചെയ്യുന്നതിനേക്കാളും എനിക്ക് പൗഡർ കോണ്ടൂറാണ് കുറച്ചും കൂടെ താല്പര്യം. അതേപോലെ തന്നെ നമ്മൾ ഹെയറിൽ നിന്ന് മുല്ലപ്പൂ ഒന്നുമല്ല കേട്ടോ വെക്കുന്നത്. നമ്മൾ ജിപ്സം ഫ്ലവർ കെട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ റൗണ്ടിൽ ഈ ഫ്ലവർ വെച്ചാൽ മതി എന്നാട്ടോ ബ്രൈഡ് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളൊരു പിങ്ക് ഒരു റോസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. രണ്ടെണ്ണം ജസ്റ്റ് സെൻറ്ററിലായിട്ട്. ബാക്കിയൊക്കെ നമ്മൾ ജിപ്സം ഫ്ലവറും കൊണ്ട് സെറ്റ് ചെയ്ത് ജസ്റ്റ് റൗണ്ട് മാത്രം. ബാക്കിൽ ബാക്കി ഉള്ള പോർഷൻ നമ്മൾ ഹെയർ സ്റ്റൈലായിട്ട് മിസ് ചെയ്തിട്ടോ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈഡ് പറഞ്ഞ റെഫറൻസ് ഹെയർ സ്റ്റൈൽ. ഇതേപോലെ മതി എന്നാട്ടോ പറഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. Did you get it? Oh my god. Hi babes. Nice. Thanks. Huh?
ഇതാട്ടോ നമ്മുടെ ഹെയറിൻ്റെ ബാക്ക് സൈഡ്. കണ്ടോ, ഡേ ലൈറ്റിലേക്ക് വരുമ്പോൾ ആ ഫേസിൻ്റെ ഷൈനിങ് കണ്ടോ, ചീക്കിൻ്റെ അവിടെയൊക്കെയുള്ള ഷൈനിങ് കണ്ടോ. അതാണ് നമ്മുടെ ഗ്ലാസ് സ്കിൻ ലുക്ക് എന്ന് പറയുന്നത്. ഓവർവെൽഡ്, സത്യം സൂപ്പറാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് പെർഫെക്റ്റ് ആണ്. എനിക്കൊരു അഭിപ്രായം എക്സ്ട്രാ പറയാൻ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ആയിട്ടുണ്ട്, അതിലും നന്നായിട്ടുണ്ട്. താങ്ക് യു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലുക്ക് കംപ്ലീറ്റ് ആയിട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി, ഞാനും ഹാപ്പിയാണ്. എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ഇപ്രാവശ്യം ചെയ്തത്. കാരണം നല്ല സ്കിന്നാണ്, നമുക്ക് എന്തും ചെയ്തെടുക്കാൻ പറ്റും സ്കിന്നിൽ. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞു. വർക്ക് കഴിഞ്ഞിട്ടില്ല, ഇനി സെക്കൻഡ് സാരി ഉണ്ട്. ശരിക്കും ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഇൻ്റർകാസ്റ്റ് വെഡിങ് ആട്ടോ. അപ്പം ചുട്ടി, ഹിപ്പ് ചെയിൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇനി അടുത്ത് ഒരു സെറ്റും കൊണ്ടുണ്ട്. അതിന് നമ്മൾ ഹിപ്പ് ബെൽറ്റ് കൊടുക്കുന്നുണ്ട്, ചുട്ടി കൊടുക്കുന്നില്ല, ഹിപ്പ് ബെൽറ്റ് വെക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ ഒരു ഗ്രീൻ കളർ സാരി ഉണ്ട്. അത്രേ ഉള്ളൂ ഇന്നത്തെ ഫംഗ്ഷൻ കേട്ടോ. മുണ്ടിൻ്റെയും മറ്റേ ഗ്രീൻ ഒരു സാരി പറഞ്ഞല്ലോ, ചെക്കൻ്റെ വീട്ടിൽ നിന്ന് കൊടുക്കുന്നത്, ആ സാരിയും കൂടി ഇട്ടിട്ടുള്ള വീഡിയോസും കൂടെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഗ്ലാസ് സ്കിൻ ലുക്ക് കൊടുക്കുന്ന ആ ഒരു സംഭവം. ഗൂച്ചി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആട്ടോ. ഇതൊരു ജെൽ ടൈപ്പ് ഒരു ഇതാണ്. ചെറിയ സംഭവമാണെങ്കിൽ ഭയങ്കര റേറ്റാണ്. അപ്പം ഇതൊരു കുറച്ച് യൂസ് ചെയ്താൽ മതി, ഫേസിൽ നല്ല ഗ്ലോ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ലുക്ക്. ബ്രൈഡ് സെറ്റും കൊണ്ട് കൊടുത്തിട്ട് ഒരു പർപ്പിൾ കളറാട്ടോ ബ്ലൗസ്. അടിപൊളിയാണ്. നമ്മൾ ഓർണമെൻറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് ഫ്ലവർ ഒന്നും മാറ്റുന്നില്ല, ജസ്റ്റ് ഹിപ്പ് ചെയിൻ മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. സെറ്റും കൊണ്ട് ഇതാണ് നമ്മുടെ തേർഡ് ലുക്ക്, ഗ്രീൻ കളർ സാരിയിലുള്ളത്. ഈ 3 ലുക്കിൽ ഏതാ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ വർക്കൊക്കെ കഴിഞ്ഞ് വയനാട്ടിലെത്തി. അടുത്ത വർക്കിന്റെ സ്ഥലത്ത് വയനാട്ടിലെത്തി. ഞാൻ നല്ലൊരു ഉറപ്പൊക്കെ കഴിഞ്ഞ് എണീറ്റ് കേട്ടോ. പാവം ചേട്ടായി ഉറങ്ങിയില്ല. സെറ്റ് അവിടുത്തെ എല്ലാം കഴിഞ്ഞു. ഞാൻ ഫോൺ വന്നപ്പോഴേ ആലോചിക്കണ ഈശ്വര കൊച്ചാവല്ലേ, നല്ല കിട്ടില്ല സത്യം. അത് കഴിച്ച് ചേട്ടാ ഇപ്പം കണ്ണടച്ചത് ഞാൻ വിളിച്ചു പോവാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വണ്ടി കയറി അപ്പം തന്നെ പാവം ചേട്ടൻ അവിടെ റൂമിലെത്തിയിട്ട് ചേട്ടായി കിടന്നു പറഞ്ഞു. ഇന്നത്തെ മേക്കപ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഗൈസ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസ് യൂസ്ഫുൾ ആവുന്നു എന്ന് വിചാരിക്കുന്നു അല്ലേ? കൊറേ പേരൊക്കെ കമന്റ് ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും തന്നെ ഞാൻ റിപ്ലൈ തരാറുണ്ട്. വീഡിയോ എവിടെ എന്നൊക്കെ ചേച്ചി കമന്റ് ഒക്കെ ഇടാറുണ്ട്. എപ്പോഴും വീഡിയോ ഇടാൻ പറ്റാറില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യണം, അതേപോലെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ മേക്ക് ഓവർ ബൈ ജോസ്ന എന്നാട്ടോ എൻ്റെ ഇൻസ്റ്റാ ഐ ഡി, മേക്ക് ഓവർ പേജിൻ്റെ ഇൻസ്റ്റാ ഐ ഡി. അപ്പം എല്ലാവരും പോയി ചെക്ക് ചെയ്യുക. അപ്പോൾ വർക്കൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ ഓൾ കേരളത്തിന് പുറത്തേക്കും വർക്ക് എടുക്കുന്ന കേട്ടോ. അതേപോലെ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.